ഹലോ 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 ബിജു പറഞ്ഞേ. എടാ നീ എവിടെയാടാ? എടാ ഞാൻ വീട്ടിലുണ്ട്. എടാ നിന്നെ കാത്ത് ഷാപ്പിൽ പോകാൻ വേണ്ടി ഞങ്ങൾ എല്ലാരും കൂടി ഇവിടെ നിൽക്കുവാണ്. എന്റെ ദൈവമേ, ഷാപ്പ് കോപ്പെന്ന് പറഞ്ഞ് ഇനി കുറെ നാളത്തേക്ക് ഇങ്ങോട്ട് നീ വിളിച്ചു പോരുത്. എടാ ഞാൻ പറഞ്ഞില്ലേ, എന്റെ സിംഗപ്പൂരുള്ള മാമൻ, എടാ പുള്ളിയാണല്ലോ എനിക്ക് ഇവിടെ സ്ഥലം മേടിക്കാനും കാശ് തന്നതും വീട് വെക്കാനൊക്കെ പൈസ ഒക്കെ തന്നത്. അപ്പൊ അതുകൊണ്ട് പുള്ളി ഇങ്ങോട്ട് വരുന്നുണ്ട്. പുള്ളിക്ക് ഈ വെള്ളം അടിക്കുന്ന കാര്യം ഒന്നും പുള്ളിക്ക് ഇഷ്ടമല്ല. അത് മാത്രമല്ല, പുള്ളിയുടെ കണ്ണത്താ സ്വത്തും ഒരേ ഒരു മോളെ എനിക്ക് കെട്ടിച്ചേരാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കുപ്പി ഒന്നുമായിട്ട് ഇങ്ങോട്ട് വരല്ലേ, പുള്ളി എന്റെ തലയെടുക്കും. അങ്ങനെയാണെങ്കിൽ ഈ സന്തോഷത്തിന് ഞങ്ങൾ എല്ലാരും കൂടെ അങ്ങോട്ട് വരാടാ. ഇങ്ങോട്ട് ഒരിക്കലും വരില്ലേ, കാരണം മാമൻ ചുപ്ര കോപിയാ. അപ്പൊ സ്വത്തിന്റെ കൂടെ തൃശ്ശൂർ ജില്ല കൂടെ നിനക്ക് എഴുതി കിട്ടും. മനസ്സിലായില്ല? മാമ സുരേഷ് ഗോപിയാന്ന് പറഞ്ഞു. തൈപ്പൂയക്കാവടി സുരേഷ് ഗോപി എന്നാണോ ഞാൻ പറഞ്ഞത്? ചുപ്ര ഗോപി ഭയങ്കര ദേശക്കാരനാണോ പറഞ്ഞത്? എന്റെ അടുത്തൊരു കള്ളത്തരം നടക്കത്തില്ല. എന്നെ പൊക്കി ഞാൻ പറഞ്ഞു നടക്കാണ്. സിംഗപ്പൂരിൽ കിടക്കണമെന്ന് പറഞ്ഞ് എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചല്ലേ? എന്റെ അടുത്ത് നിന്റെ ഒരു കള്ളത്തരവും നടക്കത്തില്ല. മാമാ, ഞാനാണ് മാമാ. നീ മാമനാണെങ്കിൽ ഞാനാണ് നിന്റെ മച്ചമ്പിയാ. ഞാനാ മാമാ. മക്കളെ, നിന്റെ അമ്മ വർഷങ്ങൾക്ക് മുമ്പ് എന്റെ കയ്യിലാണ് നിന്നെ പ്രസവിച്ചിട്ടത്. ഇത്രയും വർഷമായിട്ടപ്പ ലേബർ റൂം കൈ കൊണ്ട് കിടക്കാണല്ലേ കള്ള. ഈ പുതിയ വീട്ടിന്റെ പേരെന്തുവാടാ? KK നിവാസ്. അതങ്ങ് മാറ്റണം. എന്നിട്ട് പറയണം ശുദ്ധവരിതത്തിന്റെ സമ്പൂർണ്ണ വേദിയെന്ന്. ഒരേ ഒരു കോമഡി അടിക്കുന്നു. നിനക്കറിയോ, നീ പണ്ട് ഭയങ്കര കുസൃതിയായിരുന്നു. നീ നന്നാവാൻ വേണ്ടിട്ട് നിന്നെ ഞാൻ ഒരുപാട് ഉപദ്രവിക്കും. എങ്ങനെ ഉപദ്രവിക്കുന്നേ? നീ ഓരോരോ തെറ്റുകൾ ചെയ്യുമ്പോഴും ഞാൻ ഈ വെട്ടൂരി നിന്നെ ചന്നം തല്ലി. നീ ഓർമ്മയുണ്ട്. അതുകൊണ്ട് നീ ഇപ്പൊ ഒരു മണ്ടനായിട്ട് ഇങ്ങനെ ജീവിക്കുന്നു. പണ്ട് കുട്ടിക്കാലത്ത് 4 വയസ്സുള്ളപ്പോൾ നിന്നെ ഞാൻ ഉത്സവം കാണാൻ വേണ്ടി തലയിൽ കൊണ്ട് നടക്കുമായിരുന്നു. എന്തുവാ അത്? 6 വയസ്സാ. എടാ 6 നിന്നെ അത്രയ്ക്കാണ് വളർത്തിയത്. കാര്യം എന്താണ്? നിന്റെ സ്വഭാവം, നിന്റെ നടത്തം, നിന്റെ പെരുമാറ്റം. അതുകൊണ്ടാണ് എന്റെ മോളെ ഞാൻ നിന്നെ കൊണ്ട് കെട്ടിക്കാൻ പോകുന്നത്. അറിയാലോ? അത് പോട്ടെ മാമ. മാമനെ എവിടെയാണ് ജോലി ചെയ്തത്? എന്ത് ജോലിയാണ് മാമൻ ചെയ്യുന്നത്? മക്കളെ, എനിക്ക് സിംഗപ്പൂർ ഫാമല്ലേടാ. സിംഗപ്പൂർ ഫാം? മനസ്സിലായില്ല. പശുവിനെ വളർത്തി സൊസൈറ്റി കൊണ്ടുപോയി പാല് കൊടുക്കും. അവിടുത്തെ സൊസൈറ്റിന് പശുവിന് പാലൊക്കെ കിട്ടുമോ? രാവിലെ അത് നമുക്ക് കട്ടൻ ചായ ഇട്ടുതരുന്നത്. ഒന്ന് പോടാ. അയ്യോ, മാമൻ വന്ന വണ്ടി കാണുന്നില്ലല്ലോ മാമ. കാറിനകത്ത് ഞാൻ ആ കക്കൂസിന്റെ ഭാഗത്ത് ഒഴിച്ചിട്ടുണ്ട്. അതിന് മാമ കക്കൂസിന്റെ ഭാഗത്ത് കൊണ്ടിട്ട് ഇനി മേലാൽ കക്കൂസിനകത്തിരുന്ന് ആർക്കും ലൊക്കേഷൻ അയച്ചു കൊടുക്കരുത്. ക്ഷമിക്കണം മാമ, അറിയാൻ പറ്റിപ്പോഴാണ്. വെട്ടം വെക്കാൻ വേണ്ടിട്ട്. പിന്നെ നാളെ നമ്മൾ സിംഗപ്പൂരിലോട്ട് പോകും. സിംഗപ്പൂരിൽ പോയാൽ പ്രധാനമായി വേണ്ടത് എന്താണെന്ന് അറിയാമോ? സംസ്കാര രീതി. അറിയാം മാമ. ഇംഗ്ലീഷ് പഠിക്കണം. അറിയാം മാമ. എല്ലാ കാര്യങ്ങളും റെഡി ആവണം. കാരണം ഞാൻ അവിടെ ഉന്നത നിലയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അറിയാം മാമ. അപ്പോ ഫ്ലൈറ്റിലോട്ട് കയറുമ്പോ നമ്മൾ എന്തെടുത്താലും ഒരു കാര്യം മാത്രം മറക്കരുത്. എന്താ മാമ? പാസ്പോർട്ട്. എന്നാന്ന്? പാസ്പോർട്ട്. ഉന്നത കുലജാതൻ വായിന്ന് പറഞ്ഞ വർത്താനം കേട്ടോ. പാസ്പോർട്ട് ഇപ്പൊ ഒന്നും പറഞ്ഞില്ല മാമ. ഒന്നും പറഞ്ഞില്ല മാമ. ഇംഗ്ലീഷ് പഠിക്കണമെന്ന്. നിനക്ക് ഇംഗ്ലീഷ് അറിയുമ്പോൾ പോയി സംസാരിക്കാൻ? ഇല്ല മാമ. ഇവിടെ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് നമ്മൾ മൊബൈലിൽ ഇംഗ്ലീഷ് സിനിമകൾ കണ്ടാൽ മതി. ഇംഗ്ലീഷ് പഠിക്കാം മാമ. ഞാൻ കാണുന്ന സിനിമകളിലൊന്നും നായകനും സംസാരിക്കാറില്ല. അപ്പൊ നീ കണ്ടുകൊണ്ടിരുന്നത് ഇംഗ്ലീഷിലെ ഊമപ്പെട്ടിന് ഉരിയാടെ പയ്യൻ സിനിമയായിരിക്കും. എടാ ഒരു കാര്യം, നമുക്ക് ഇംഗ്ലീഷ് പഠിക്കണം. അവിടെ ചെന്നാൽ ഇവിടുത്തെ കണക്കല്ല അവിടുത്തെ കുട്ടികൾ. പിന്നെ 3 വയസ്സുള്ള കുട്ടികൾ വരെ അവിടെ ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്. ആണോ മാമ? നമ്മുടെ കേരളത്തിൽ എങ്ങനെയാണ്? ഒരു കുട്ടികൾ ജനിച്ചു കഴിഞ്ഞ 3 വയസ്സൊക്കെ കഴിഞ്ഞ് അംഗൻവാടി പോയിട്ടാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത്. ഓഹോ, അവിടെ അങ്ങനെയല്ല. ജനിക്കുമ്പോഴേ ഇംഗ്ലീഷാണ് പിള്ളേര്. ആണല്ലേ? പിന്നെ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ. പിന്നെ നിന്നെ കെട്ടിക്കാൻ പോണ എന്റെ മോളെ കാര്യം ഞാൻ പറയുന്നു. ഉള്ള കാര്യം ഞാൻ പറയല്, മുറ്റത്ത് ഞാനൊരു വരയിട്ടാൽ അതിനപ്പുറത്തോട്ട് പോകത്തില്ല. അതിനാ മാമ? ഇപ്പൊ 2 ആഴ്ച കൊണ്ട് ഇപ്പൊ ഞാൻ അങ്ങനെ പറയുന്നില്ല. അതിനാ മാമ? ഇന്റർലോക്ക് ഇട്ടാ പഴയതൊരു തെളിയത്തില്ല. അയ്യോ. പിന്നെ മാമനൊന്ന് ഫ്രഷ് ആവണം. നീ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി. ഓക്കെ. ഹലോ, ആരും ഇല്ലടാ അവിടെ. ഹലോ, ഞാനിപ്പോ ചുരിദാറായിട്ടിരിക്കുന്നെന്ന് പറഞ്ഞില്ലേ? ചേട്ടനുണ്ട്. ചേട്ടൻ പോയി കഴിഞ്ഞ് വാട്സപ്പിൽ ഒരു ഹായ് അയച്ചാ മതി കേട്ടോ. കള്ളൻ. അയ്യേ, നീ എന്നാണ് ഇങ്ങനെ സംസാരിക്കണേ? ഓ, നിനക്കൊന്നും അറിയത്തില്ലല്ലേടാ. ഇല്ല. നീ ഒരുത്തൻ കാരണോടാ നീ ആ അവസ്ഥയിലെത്തിയത്. ഞാനെന്നെ നിങ്ങളിത് കേക്കണം. ഇവനും ഞാനുമായിട്ടൊന്ന് ഉടക്കി അതിന് വൃത്തികെട്ടവൻ ചെയ്തെന്താന്നറിയാവോ?
KSRTC ബസ് സ്റ്റാൻഡിന്റെ ബാത്റൂമിലും റെയിൽവേ സ്റ്റേഷന്റെ ബാത്റൂമിലും ഒരു പെണ്ണിന്റെ പടം വരച്ചിട്ട് അടിയിൽ എന്റെ ഫോൺ നമ്പർ എഴുതി വെച്ചിട്ട് പറയാ കോൾ മീ എന്ന്. അതിന്റെ അനന്തര ഫലമാണ് ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്.